എനിക്കെന്താ കുഴപ്പം? ഇത് ചോദിക്കുന്നത് മറ്റാരുമല്ല, എൽദോസ് കുന്നപ്പള്ളി MLA ആണ്. പെരുമ്പാവൂരിൽ തന്നെ ഇത്തവണ ഉറപ്പായും MLA സ്ഥാനാർത്ഥിയായി പരിഗണിക്കും. കാരണം മറ്റെല്ലാ സ്ഥലങ്ങളിലും സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുന്നുണ്ട്. പാലക്കാടും കെ ബാബു ഒഴിഞ്ഞ മണ്ഡലത്തിലും ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സിറ്റിംഗ് MLA-മാരെയാണ് പരിഗണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സീറ്റ് ഉറപ്പിച്ചിരുന്ന എൽദോസ് കുന്നപ്പള്ളി MLA-യുടെ പേര് ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടില്ല. അദ്ദേഹം ഇന്നലെ പ്രതികരണവുമായി വന്നിരുന്നു. ഇന്ന് എൽദോസ് കുന്നപ്പള്ളി രാവിലെ തന്നെ ഡൽഹിയിലെത്തി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു. അതിനുശേഷം KPCC അധ്യക്ഷനുമായും VD സതീശനുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തുവാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് തന്നെക്കാൾ ഒരു പരമയോഗ്യൻ പെരുമ്പാവൂരിൽ മത്സരിക്കാൻ വേറെ ആരുമില്ല, എനിക്ക് എന്താണ് കുഴപ്പം എന്നാണ് അദ്ദേഹത്തിന് പിടികിട്ടാത്തത്. എൽദോസ് കുന്നപ്പള്ളിയുടെ വാക്കുകളിലേക്ക്. ഞാൻ നിരവധി ഇലക്ഷനുകളിൽ മത്സരിച്ചിട്ടുണ്ട്. ചെറുപ്പകാലഘട്ടം മുതലേ കോളേജിൽ ഫസ്റ്റ് DC റെപ്പായിരുന്നു, എഡിറ്ററായിരുന്നു, ചെയർമാനായിരുന്നു. അന്നൊക്കെ വലിയ ലീഡോടുകൂടി ഞാൻ ജയിച്ചതാണ്. കോളേജിലെ എഡിറ്ററും ചെയർമാനായിട്ടുള്ളത് 1500 വോട്ടിന് ലീഡ് എനിക്ക് അന്നുണ്ടായിരുന്നു. എനിക്ക് 2000 വോട്ടും എൻ്റെ എതിർ സ്ഥാനാർത്ഥിക്ക് 500 വോട്ടായിരുന്നു അന്നുണ്ടായിരുന്നിട്ടുള്ളത്. പിന്നീട് ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയനിൽ മത്സരിച്ചിട്ടുണ്ട്, ലോ കോളേജിൽ ചെയർമാനായിട്ട് മത്സരിച്ചിട്ടുണ്ട്, സ്റ്റുഡൻസ് കൗൺസിലായി മത്സരിച്ചിട്ടുണ്ട്, മൂവാറ്റുപുഴ ബാർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നീട് ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട്, ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ച് തോറ്റിട്ടുണ്ട്, നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ട്. ഈ 2 തവണയും എനിക്ക് വിജയം കിട്ടി. 2016 ഏറ്റവും പ്രബലനായിട്ടുള്ള സാജു പോളിനോടാണ് മത്സരിച്ചത്. അന്ന് എനിക്ക് 7500 വോട്ടിന് ജയിക്കാൻ പറ്റി. 2ാം ടൈമിൽ എനിക്ക് അത്ര അനുകൂലമായ ഘടകമല്ലായിരുന്നു, ജയിക്കാനുള്ള ഘടകങ്ങളില്ലായിരുന്നു. അന്ന് 2020 കൂടി വന്ന് മത്സരിച്ചു. BJP വേറെ കാൻഡിഡേറ്റ് നിർത്തി. അങ്ങനെ വളരെ വാശിയേറിയ പോരാട്ടം നടന്നപ്പോഴും എനിക്ക് 2900 വോട്ടിന് ജയിക്കാൻ പറ്റി. ഇത്തവണ ഞാൻ കുറേ കൂടി സ്ട്രെയിൻ ചെയ്തു, ജനങ്ങളുമായി കൂടുതൽ സംസാരിച്ചു, ഗ്രാമയാത്ര നടത്തി. 1 വർഷക്കാലം ഞാൻ ഈ കഴിഞ്ഞ ദിവസം വരെ 117 ദിവസം ഞാൻ രാവിലെ 4:30 മണിക്ക് എണീറ്റ് ഞാൻ ബൈബിൾ വായിച്ച്, ഞാൻ പ്രാർത്ഥിച്ച്, 5:45 ഒരു വീട്ടിൽ ചെന്ന് 5:45 മുതൽ 11 മണി വരെ ഉള്ള എൻ്റെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ജനസമ്പർക്ക പരിപാടിയാണ് ഗ്രാമയാത്ര. അങ്ങനെ 15,000 വീടുകൾ കയറി. വെറുതെ കയറുകയല്ല, അവിടെ പോയി പാവപ്പെട്ട ആളുകളെ കാണുന്നു, കിടപ്പ് രോഗികളെ കാണുന്നു, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, രോഗികൾക്ക് പണം ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും, ചെറുതും വലുതുമായിട്ടുള്ള ഫീസ് അടിക്കുന്ന കുട്ടികളുടെ, അങ്ങനെ ചെറുതും വലുതോടെ മുഴുവൻ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിക്കണം, എന്നെ ഫോൺ വിളിക്കുന്ന ആളുകളുടെ മുഴുവൻ കോൾ ഞാൻ അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. എന്നെക്കൊണ്ട് ഒരു പൊതുസേവകൻ എന്ന രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ മണ്ഡലത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരിൽ ഭയങ്കര ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അനുകൂലമായ എല്ലാ സാഹചര്യവും പെരുമ്പാവൂരുണ്ട്. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം എന്നെ എന്നും പിന്തുണച്ചിട്ടുണ്ട്. അവരാണല്ലോ എന്നെ എല്ലാം ആക്കിയത്. എന്നെ ജില്ലാ പഞ്ചായത്തിൽ മെമ്പറാക്കിയത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. എന്നെ ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റാക്കിയത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ്. എന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാക്കിയത് ദേശീയ നേതൃത്വത്തിൻ്റെ നിലപാടുകളാണ്. എന്നെ MLA ആക്കിയത് 2014 ദേശീയ നേതൃത്വമാണ്. രാഹുൽ ഗാന്ധിയാണ് എന്നെ MLA ആക്കിയത്. വീണ്ടും അവർ തന്നെയാണ് സീറ്റ് നൽകി. ഈ തവണയും എനിക്ക് ദേശീയ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. KPCC മുഴുവൻ നേതാക്കന്മാരും എനിക്ക് സപ്പോർട്ടാണ്. ഈ KPCC അനുകൂലിച്ചിട്ടും ഹൈക്കമാൻഡാണ് എൽദോസിന്റെ ഫയലുകൾ തടഞ്ഞു വെക്കുന്നതും എൽദോസിന്റെ കാര്യത്തിൽ പുനരാലോചന വേണമെന്നും പറയുന്നത്. അതുകൊണ്ട് ആ കേസാണ് പ്രശ്നമായിട്ട് നിൽക്കുന്നത്. 26-ാം തീയതിയുള്ള കേസ് എന്തായിരിക്കും? എനിക്ക് എതിരെയുള്ള കേസ് നിങ്ങൾക്കറിയാലോ, അതൊരു തട്ടിപ്പ് കേസാണ്. ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുള്ള പ്രതിയും വാദിയുമായിട്ടുള്ള ഒരു അതിജീവിത എന്ന് പറയുന്ന സ്ത്രീ എനിക്കെതിരെ ചില ഗൂഢാലോചനകളുടെ ഫലമായി പണം വാങ്ങിയിട്ട് കേസ് കൊടുത്തു. ആ കേസ് ആദ്യം കൊടുത്ത് ഞാൻ ഇടിച്ചതാണ്. പിന്നീടാണ് ബലാത്സംഗം, കൊലപാതകം ഒക്കെ അതിൽ ചേർത്ത് വെച്ച് എന്നെ പ്രതിയാക്കിയത്. എൻ്റെ കേസ് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് പറയുന്നത് തട്ടിപ്പ് കേസാണ്, പക്ഷേ ഞങ്ങൾ കോടതിയിൽ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. എൻ്റെ കേസിൽ ഞാൻ കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തു. എനിക്ക് എൻ്റെ കേസ് പെട്ടെന്ന് ട്രയൽ ചെയ്ത് എനിക്ക് വിധി തന്നെ എന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ കൊടുത്തു. ആരും കൊടുക്കാത്തതാണ്, ഞാനങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കോടതി അംഗീകരിച്ചു. എല്ലാ ദിവസവും കേസ് വെച്ചിട്ട് പറഞ്ഞ് എനിക്ക് ഇലക്ഷൻ മത്സരിക്കാനുള്ള ആളാണ്, പെട്ടെന്ന് കേസ് ഒന്ന് തീർത്ത് തരാൻ പറഞ്ഞ് ഞാൻ അപേക്ഷിച്ചു. ആ അപേക്ഷയുമേൽ കോടതി സ്പീഡിൽ ട്രയൽ വെച്ചു. അപ്പോൾ ഇപ്പോൾ ഇരിക്കുന്ന കേസ് എന്ന് പറയുന്നത്
അത് ചാർജ് ഫ്രെയിമിംഗ് ആണ്. എന്ന് പറഞ്ഞാൽ കുറ്റപത്രം വായിക്കുന്നതിന് മുൻപ് നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കാര്യം കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ A3, A1 ഞാൻ A2 A3 ഡിസ്ചാർജ് പെറ്റീഷൻ കോടതിയിൽ ഫയൽ ചെയ്തു. ആ ഡിസ്ചാർജ് പെറ്റീഷൻ അതിനെതിരെ അവർ അപ്പീൽ വരിക എവിടെ, ഹൈക്കോടതിയിൽ. അപ്പോൾ അപ്പീൽ ഇരിക്കുന്ന ഒരു കേസിൽ ഒരിക്കലും കോടതിക്ക് അതിന്റെ കുറ്റപത്രം വായിക്കാൻ പറ്റില്ല. കുറ്റപത്രം വായിക്കുക എന്നുള്ള കേസേ അല്ല, അത് ഹിയറിംഗ് ഒരുപാട് നാൾ കണ്ടുള്ള സംഭവമാണ്. നേതാക്കളെ കണ്ട് ഇന്ന് എന്ത് ബോധ്യപ്പെടുത്താനായിരിക്കും ശ്രമം? നേതാക്കളെ കണ്ട് എന്ത് ബോധ്യപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്? ഞാൻ നേതാക്കളെ കണ്ടിട്ട് എനിക്കുള്ള അനുകൂല സാഹചര്യങ്ങൾ എന്നെ സഹായിക്കണം. ഞാൻ 10-31 വർഷമായി കോൺഗ്രസ് പ്രവർത്തകരാണ്. ഞാൻ എൻ്റെ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമാണ് അവിടെയെല്ലാം. അതുകൊണ്ട് കോൺഗ്രസ്സിലെ 20 സിറ്റിംഗ് MLA മാർക്കും സീറ്റ് കൊടുക്കുമ്പോൾ എന്നെ അവോയ്ഡ് ചെയ്ത് എന്നെ സൈഡ് ലൈൻ ചെയ്യരുത്. എനിക്ക് വളരെ വിജയസാധ്യതയുണ്ട്. ഞാൻ 10-15,000 വോട്ടിന് അവിടെ ജയിക്കും. അപ്പോൾ അത് ആരെങ്കിലും നുണപ്രചരണം നടത്തിയിട്ടുണ്ടെങ്കിൽ, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ. എൻ്റെ കേസ് AICC ഏറ്റവും പ്രഗത്ഭനായ ഇവിടുത്തെ വക്കീലിനെ കൊണ്ട് എൻ്റെ കേസിലെ കോടതിയിലെ ഉത്തരവുകൾ പഠിക്കട്ടെ. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് എൽദോസിനെതിരെ എതിർപ്പ് ഉയർന്നത്. അപ്പോൾ കൃത്യമായി അവിടെ നിന്ന് തന്നെയാണ് ആളുകൾ എതിർപ്പായി എത്തിയത്. അപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ എതിർപ്പുകൾ ഉണ്ടെന്ന് വ്യക്തമല്ലേ? പ്രാദേശിക ഞാൻ മറ്റു പാർട്ടിയിലെ ആരെങ്കിലും കോൺഗ്രസ് സീറ്റ് ആഗ്രഹിച്ചുവിടെ വരുമോ? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാലോ, നമുക്ക് ഒരിക്കലും ഒരു CPM-ന്റെ ഒരാൾ എനിക്കിടെ പറയാൻ ഒരു സീറ്റിന് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിയിലുള്ള ആളുകളായിരിക്കുമല്ലോ അത് ആഗ്രഹിക്കുന്ന ആളുകൾ. അത് എനിക്കതിൽ തെറ്റ് പറയാനൊന്നുമില്ല. 100%, 100% ഞാൻ ജയിക്കും. പാർട്ടി തീരുമാനം എനിക്ക് ഒരിക്കലും എതിരാവത്തില്ല. അടക്കം പല റൂമേഴ്സും ശക്തമാണ്. പാർട്ടിയിൽ രാജ്യഭീഷണി മുഴക്കി എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ഉയരുന്നുണ്ട്. അതൊന്നും സത്യസന്ധമായ കാര്യങ്ങളല്ല. അതിലൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് പെരുമ്പാവൂരിലെ മുനിസിപ്പൽ ചെയർമാൻ, പെരുമ്പാവൂരിലെ 7 പഞ്ചായത്ത് പ്രസിഡന്റ്, പെരുമ്പാവൂരിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള നല്ലൊരു ശതമാനം ജില്ലാ പഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങൾ, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാരിൽ ഒരാൾ ഒഴികെ ബാക്കി മുഴുവൻ പേരുടെയും പിന്തുണ എനിക്കുണ്ട്. എനിക്ക് എഴുതി തന്നിട്ടുണ്ട്, AICC അയച്ചിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിക്കുക. ബൂത്ത് പ്രസിഡന്റുമാർ 75% അധികം ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. മണ്ഡലം പ്രസിഡന്റുമാർ എന്നെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഞാൻ പറയുന്ന ആളും എന്നോട് രഹസ്യമായിട്ട് എനിക്കാണ് സപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത്. ആരോപണത്തിൽപ്പെട്ട ആളാണ് M. വിൻസെന്റ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു തർക്കവുമില്ല, ക്ലിയർ ചെയ്ത് പോയി. ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഉയർന്ന, ആത്മഹത്യ അടക്കമുള്ള വിവാദങ്ങൾ ഉയർന്ന IC ബാലകൃഷ്ണൻ ഇത് ക്ലിയർ ചെയ്ത് പോയി. അപ്പോൾ താങ്കളെ മാത്രം സൈഡ് ലൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കാം? അല്ല, അവർക്ക് നല്ലത് വരട്ടെ, അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ, നല്ലൊരു കാര്യമല്ലേ. കാരണം അതിൽ എനിക്ക് കുഴപ്പമില്ല. അവർ നന്നായി ജയിച്ചു വരാൻ സാധ്യതയുള്ള ആളാണ്, നന്നായി വരട്ടെ. എൻ്റെ കാര്യത്തിൽ അവസാനം ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. അങ്ങനെ ഒരു കൃത്യമായി അന്വേഷിച്ച് കേസുകൾ ക്ലിയർ ചെയ്തിട്ട് AICC എനിക്ക് അനുകൂലമായ തീരുമാനം എടുക്കട്ടെ. ദൈവം എന്നെ അനുഗ്രഹിക്കായിരിക്കും. അല്ല, എന്തുകൊണ്ടാണ് ഈ കേസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയും നാളുമായിട്ട് ഹൈക്കമാൻഡിനെ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി? ഇത് എല്ലാവർക്കും അറിയാം. നമ്മുടെ നാട്ടിൽ കേസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് KPCCക്ക് ബോധ്യപ്പെടുത്തുന്ന അടിസ്ഥാനത്തിലാണല്ലോ എന്നെ സംഘടനാ കാര്യങ്ങളിൽ നിന്ന് 6 മാസം സസ്പെൻഡ് ചെയ്ത് പിൻവലിച്ചത്, AICC സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ടല്ലേ ഞാൻ ഒരു ദിവസം പോലും ജയിലിൽ പോയിട്ടില്ല. ഞാൻ KSU കാലഘട്ടത്തിൽ സമരം നടത്തി ആകെ 2 ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ അതിന് നടപടിക്രമങ്ങൾ. നമ്മളൊരു കേസിൽ നമ്മളൊരാളെ കൊന്നു കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും. നമ്മൾ നേരെ കുറ്റബോധമുള്ള ഒരുത്തൻ നേരെ എന്ത് ചെയ്യും? നേരെ സ്റ്റേഷനിൽ ചെന്ന് അത് അവിടെ കീഴടങ്ങി അവൻ അതിന്റെ നടപടിക്രമം ചെയ്യും. ഞാൻ കുറ്റം ചെയ്തിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് കുറ്റം ചെയ്ത എല്ലാവരും കീഴടങ്ങിയല്ല കണ്ടിട്ടുള്ളൂ. ഞാൻ എൻ്റെ സ്വഭാവ സവിശേഷത പറയുന്നത്, ഞാൻ കുറ്റം ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയിൽ, സെഷൻസ് കോടതി, ഏറ്റവും താഴെയുള്ള സെഷൻസ് കോടതിയിൽ പോയി ഞാൻ പറഞ്ഞു. എനിക്ക് അവിടെ നിന്ന് ജാമ്യം കിട്ടി. എനിക്ക് വിധിയുണ്ട്, നിങ്ങൾ വിധി പരിശോധിക്കുക. ഗവൺമെന്റ് എനിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ, ഹൈക്കോടതിയിൽ വിധി പരിശോധിക്കുക. നമ്മൾ അങ്ങനെ ആ രീതിയിൽ സംസാരിക്കില്ലേ. ഞാൻ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുമായി ഇന്നലെ രാത്രി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചുപോയി. ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ സാറുമായിട്ട് കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് ആയിട്ട് കൂടിക്കാഴ്ച ആഗ്രഹിക്കുന്നുണ്ട്. അവരൊക്കെ എനിക്ക് വേണ്ടി ശക്തമായി നിലപാടെടുത്തിട്ടുള്ള ആളുകളാണ്. ബഹുമാനപ്പെട്ട KC വേണുഗോപാലുമായിട്ട് കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പോകുന്നുണ്ട്. പറ്റുമെങ്കിൽ
ദേശീയ അധ്യക്ഷൻ അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിച്ചാൽ അവർ കാണും. ഈ രേഖകളെല്ലാം നേരത്തെ എൽദോസ് സമർപ്പിച്ചുള്ളതായിരുന്നല്ലോ, അത് നോക്കിയതിനു ശേഷമാണല്ലോ ഇവരിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പൊ അവർക്ക് എന്തോ ഒരു സംശയാസ്പദമായ ഒരു കാര്യം ഉണ്ടാകുന്നു എന്നുള്ളത് അല്ല, എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർക്കറിയാം. അത് ആരെങ്കിലും പരാതി കൊടുത്താലോ ആരെങ്കിലും രാഷ്ട്രീയമോ മതമോ പറഞ്ഞാലോ മാറുന്ന കാര്യങ്ങളല്ല. വൈകാരികമായ നോഷൻസ് ആണ് താങ്കൾ ഇപ്പൊ പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ കേസിന്റെ മെറിറ്റ് എന്തുകൊണ്ട്, നിങ്ങൾ പറയുന്ന മെറിറ്റ് എന്തുകൊണ്ട് നിങ്ങളുടെ നേതൃത്വത്തിന് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ബോധ്യപ്പെടാനും അംഗീകരിക്കാനും അനൗൺസ് ചെയ്യാനും സമയമുണ്ടല്ലോ. ഇന്ന് ലാസ്റ്റ് നിമിഷം അല്ലല്ലോ. അല്ല, ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് നിമിഷം അല്ലല്ലോ. ഡേക്ക് ഇനിയും ഇല്ലേ? ഇത്രയും നാൾ ബോധ്യപ്പെടാത്തത് ഈ അവസാന മണിക്കൂറുകളിൽ ഇനി ബോധ്യപ്പെടാൻ ചിലർക്ക് അങ്ങനെ ചില സംഭവങ്ങളിൽ അങ്ങനെ നടക്കും. ഈ സഭകളുടെ ചിലർക്ക് നടക്കും, ചിലർക്ക് നടക്കില്ല. സഭകളുടെ സമ്മർദ്ദത്തിൽ എൽദോ ഒരു കരുവായി മാറുന്നുണ്ടോ? ഏത് സഭയുടെ? ഇപ്പം നിങ്ങൾ യാക്കോബായ സഭയാണ്, അവിടെ സീറോ മലബാർ സഭയുടെ പ്രാതിനിധ്യം വേണമെന്നടക്കം മതമേലധ്യക്ഷന്മാരടക്കം ആവശ്യപ്പെട്ട് അങ്ങനെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ക്രിസ്ത്യൻ സഭകളിൽ അങ്ങനെ ആരും അങ്ങനെയൊന്നും ആവശ്യപ്പെടാറേയില്ല. അതൊക്കെ ആത്മീയമായി പോകുന്ന ക്രിസ്ത്യാനിറ്റിയിലൂടെ പോകുന്ന ആളുകളാണ്. അവരൊന്നും അധികം രാഷ്ട്രീയത്തിലൊന്നും ഇടപെടാറില്ല. ബഹുമാനപ്പെട്ട പി തങ്കച്ചൻ സാർ അവിടെ 20 വർഷക്കാലം MLA ആയിരുന്നു. ബഹുമാന സാജു പോൾ അവിടെ 15 വർഷക്കാലം MLA ആയിരുന്നു. ഞാൻ 10 വർഷക്കാലം MLA. ഒരു രാഷ്ട്രീയം മതം നോക്കിയിട്ടൊന്നുമല്ല. അവിടെ പരമ്പരാഗതമായി പോകുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ സഭയുടെയും പിന്തുണ എനിക്കുണ്ട്. ക്രിസ്ത്യൻ സഭ മാത്രമല്ല, മുസ്ലിം സഹോദരങ്ങളുടെ പിന്തുണ എനിക്കുണ്ട്. ഹൈന്ദവ സഹോദരങ്ങളുടെ പിന്തുണ എനിക്കുണ്ട്. എനിക്ക് വലിയ ലീഡ് ജയിക്കാൻ പറ്റും. കേരള ചരിത്രത്തിലെ, പെരുമ്പാവൂർ ചരിത്രത്തിലെ ആദ്യമായിട്ടാണല്ലോ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഭരണം കിട്ടിയത്. അതേപോലെ തന്നെ പെരുമ്പാവൂരിൽ ഇലക്ഷൻ നടന്നാൽ എനിക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ മാർജിനിൽ ലീഡിൽ ജയിക്കും. ഇങ്ങനൊരു കേസിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്നു. നമ്മൾ വീണ്ടും ജനങ്ങൾക്കിടയിലേക്കാണ് ഇറങ്ങുന്നത്. പഴയ ഒരു രീതിയിൽ വോട്ട് നേടാനുള്ള ഒരു ത്രാണി ഉണ്ടാവും, അല്ലെങ്കിൽ ജനങ്ങളോട് ഇക്കാര്യം കൂടെ വിശദീകരിക്കേണ്ടി വരില്ലേ? എനിക്ക് എല്ലാ ത്രാണിയുണ്ട്. ഞാൻ കാഴ്ചയിൽ ചെറുതാണെന്നുള്ളൂ. എനിക്ക് അതിനുള്ള കഴിവുകളൊക്കെ ഉണ്ട്. ഞാൻ ജനങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത് ജനങ്ങളുമായിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് നിങ്ങളിലൂടെ ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പിന്തുണ എനിക്കുണ്ട്. നിങ്ങൾ ഡൽഹിയിൽ നിന്ന് നാട്ടിൽ ചെന്ന് കാര്യങ്ങൾ തിരുക്ക്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.